28 ലോക്സഭാ സീറ്റും ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുക്കും എന്ന ശക്തമായിട്ടുള്ള വികാരം ആളി പടർത്തിക്കൊണ്ടാണ് DK ശിവകുമാർ കർണാടകയിൽ പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിന് ലഭിച്ചത്. ബാക്കി എല്ലാ സീറ്റുകളും BJP സഖ്യത്തിലേക്കും JDS-ലേക്കും പോകുന്ന ഒരു നിമിഷമായിരുന്നു. JDS-ഉമായി കൈകോർത്തതാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതെന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് 9 സീറ്റുകൾ കർണാടകയിൽ നിന്നും ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. BJPക്ക് വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടി കിട്ടിയ വർഷമായിരുന്നു 2023. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 136ഓളം സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് അവിടെ വിജയിച്ചത്. 44% വോട്ട് ഷെയർ. JDS-ന്റെ വോട്ടുകൾ മുഴുവൻ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു അപൂർവ കാഴ്ചയാണ് കണ്ടത്. മൈസൂരിലും മാണ്ഡ്യ മേഖലയിലും അതുപോലെ തന്നെ കർണാടകയുടെ JDS പ്രഭവ കേന്ദ്രങ്ങളിലുമൊക്കെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. JDS-ന്റെ പല സിറ്റിംഗ് MLA-മാരും അതിദയനീയമായി 3ാം സ്ഥാനത്തേക്ക് പരാജയപ്പെട്ടതും ഒക്കെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ ഒരു തുടർ വിജയം ആവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപമുഖ്യമന്ത്രിയായ KPCC-യുടെ അധ്യക്ഷനായ, അതായത് കർണാടകയുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള DK ശിവകുമാർ ശ്രമിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കർണാടകയിൽ നിലവിൽ ഉള്ള ഭരണത്തെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ സർവേ ഫലങ്ങളിൽ ഉൾപ്പെടെ 20 സീറ്റ് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പോകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഉള്ളത്. ബാക്കി അവശേഷിക്കുന്ന 8 സീറ്റുകൾ ആണ് അതിനകത്ത് പ്രധാനമായും ചാഞ്ചാട്ടം ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. തീരദേശ മേഖലകളിൽ സാധാരണയായി BJP ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ ഇക്കുറി 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയിൽ അടക്കം കോൺഗ്രസിനായിരുന്നു ലീഡ് കിട്ടിയത്. അതായത് കോസ്റ്റൽ കർണാടകയിലെ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് ജയിക്കുന്ന ഒരു കാഴ്ച കണ്ടത് അപൂർവമായ ഒരു സാഹചര്യമായിരുന്നു. സാധാരണയായി BJPക്ക് അനുകൂലമാകുന്ന ഈ മേഖലകളിലൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ അഭൂതപൂർവമായ ലീഡ് കിട്ടിയത് എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന് പറയാം. JDS MLA-മാർ പലരും ഈ തെരഞ്ഞെടുപ്പോട് കൂടി മറുകണ്ഠം ചാടും എന്നതും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് DK ശിവകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്.